വയലേലകളിലെ അധിപനായ കടയാറ്റുണ്ണിത്താൻ തന്റെ പ്രതാപത്തോടെ ഉഴവോത്സവം നോക്കി നിൽക്കുന്നു. കൊള്ളുന്ന വെയിലിൽ ഉഴവകാരും കാളകളും വിയർപ്പൊഴുക്കുമ്പോൾ ദൂരെ വയലരികിൽ അസാധാരണമായൊരു ദൃശ്യം ഉണ്ണിത്താന്റെ കണ്ണിലുടക്കി. ദിവ്യ ചൈതന്യമുള്ള രണ്ട് സ്ത്രീകൾ. മണൽത്തരികൾ പോലും ഉരുകുന്ന വെയിലിൽ തളർന്നു നിൽക്കുന്ന ആ സഹോദരിമാരുടെ പക്കലേക്ക് ഉണ്ണിത്താൻ വേഗമെത്തി. അവരുടെ ആകാര സൗന്ദര്യവും മുഖത്തെ തേജസ്സും കണ്ടപ്പോൾ അതീവ ബഹുമാനത്തോടെ അദ്ദേഹം തന്റെ കയ്യിലുണ്ടായിരുന്ന പാലക്കൊമ്പ് മണ്ണിൽ കുത്തി അവർക്കായി ഒരു താൽക്കാലിക വിശ്രമ സങ്കേതമൊരുക്കി. എന്നാൽ കൺമുന്നിൽ നിന്നിരുന്ന ആ രൂപങ്ങൾ നിമിഷനേരം കൊണ്ട് അദൃശ്യരായി. കടയാട്ട് കളരിയിലെ വിരുന്നുകാർ വയലരികിൽ നിന്ന് മാഞ്ഞു പോയ ആ സഹോദരിമാർ പ്രത്യക്ഷപ്പെട്ടത് കടയാട്ട് കളരി മുറ്റത്തായിരുന്നു. ഉണ്ണിത്താന്റെ വൃദ്ധയായ മാതാവ് ഇട്ടിയമ്മ വാത്സല്യത്തോടെ അവരെ സ്വീകരിച്ചു. വിശന്നു തളർന്നെത്തിയ വിരുന്നുകാർക്കായി ഇട്ടിയമ്മ വീടിനുള്ളിൽ പോയി ഇളനീരും ഫലമൂലാദികളുമായി തിരിച്ചെത്തി. എന്നാൽ മുറ്റം ശൂന്യമായിരുന്നു. വന്നവർ ആരാണെന്നറിയാതെ ആ വൃദ്ധമാതാവ് പകച്ചു നിന്നു. ഭഗവതിമാരുടെ സാന്നിധ്യം ഉണ്ണിത്താൻ നാട്ടുകാരെയും കൂട്ടി അവർക്കായി തെരച്ചിൽ ആരംഭിച്ചു. മൂത്തവൾ അഞ്ചൽ ഭഗവതിയായി കുടികൊണ്ടപ്പോൾ അനുജത്തി കടക്കൽ ദേശത്തേക്കാണ് യാത്ര തിരിച്ചത്. തമിഴകത്തു നിന്നും ചരക്കുമായി കടക്കിലേക്ക് വരികയായിരുന്നു പനയപ്പൻ. യാത്രക്കിടയിൽ ഒരു സ്ത്രീയും കുഞ്ഞും തന്റെ വണ്ടിയിൽ കയറാൻ അനുവാദം ചോദിച്ചു. കാരുണ്യവാനായ പനയപ്പൻ അവരെ കൂടെ കൂട്ടി. കടക്കലിലെത്തിയപ്പോൾ പനയപ്പൻ ആ സുന്ദരാംഗനയെ തന്റെ പീടികയിലേക്ക് ആനയിച്ചു. പെട്ടെന്ന് ആ സ്ത്രീയുടെ ഭാവം മാറി. കൂടെയുണ്ടായിരുന്ന കുഞ്ഞിനെ അരിനിരത്തും പാറയിൽ ഇരുത്തിക്കൊണ്ട് അവർ കുഞ്ഞിനോട് പറഞ്ഞു, ഞാൻ വന്ന് വിളിക്കും വരെ നീ ഇവിടെ തന്നെ ഇരിക്കുക. അതൊരു കൽപ്പനയായിരുന്നു. ശത്രു നിഗ്രഹത്തിനായി ആ അമ്മ തന്റെ ഘോര രൂപം പ്രാപിച്ചു. പീടികയിലെ പ്രകമ്പനം കടക്കൽ ദേശം നടുങ്ങിപ്പോയ നിമിഷങ്ങളായിരുന്നു. പീടികയ്ക്കുള്ളിൽ നിന്നും അമാനുഷികമായ അലർച്ചകളും സംഹാരതാണ്ഡവത്തിന്റെ പ്രകമ്പനങ്ങളും പുറത്തുവന്നു. കപാലമാലയണിഞ്ഞ ദേവി ദിവ്യ ആയുധങ്ങളാൽ ശത്രുക്കളെ കശാപ്പ് ചെയ്തു. ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരെ പനകൂരാൻ നയിച്ചു. കൂട്ടത്തിലുണ്ടായിരുന്ന നെട്ടൂർ കുറുപ്പിന് ജിജ്ഞാസ അടക്കാനായി. അയാൾ പീടികയുടെ മുകളിൽ കയറി ഓല വകഞ്ഞു മാറ്റി ഉള്ളിലേക്ക് നോക്കി. ആ ദൃശ്യം കണ്ടതും ഒരു മിന്നൽ പിണർ പോലെ ഒരു ശൂലമുന നെട്ടൂരാന്റെ കണ്ണിലേക്ക് തറച്ചു കയറി. ഭയാനകമായ ആ ശബ്ദം നെട്ടൂരാന്റെ കാതുകളിൽ മുഴങ്ങി. അകത്ത് കണ്ടത് പുറത്തു പറയരുത്. ആ അദൃശ്യ സത്യം രക്തമൊലിക്കുന്ന കണ്ണുമായി നെട്ടൂർ കുറുപ്പ് താഴെ വീണു. പീടികയ്ക്കുള്ളിൽ അയാൾ കണ്ടത് സാധാരണമായ ഒന്നായിരുന്നില്ല. 1000 സൂര്യന്മാർ ഉദിച്ചുയർന്ന പ്രഭയോടെ ശത്രുരക്തത്തിൽ നീരാടി നിൽക്കുന്ന സാക്ഷാൽ ആദിപരാശക്തിയായിരുന്നു. അന്ന് ആ പീഠികയിൽ കുടികൊണ്ട ദേവി ഇന്നും കടക്കൽ ദേശത്തിന്റെ കാവലാളായിരുന്നു.